ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പത്രദൃശ്യ മാധ്യമങ്ങളുടെ മുന്നിൽ ഈ കേസ് 10 മിനിറ്റ് കൊണ്ട് ഞാൻ പരിഹരിക്കുമെന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഒരു അഭിഭാഷകനാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അത് കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് നടപടികളെക്കുറിച്ച് അദ്ദേഹം അജ്ഞനല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന അത്തരത്തിലുള്ള പ്രസ്താവന ഒരു മുഖ്യമന്ത്രിക്ക് യോജിച്ചതല്ല എന്ന് അഭിപ്രായപ്പെടുകയാണ്. ഇന്നലെ സംസാരിച്ച മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി, ജനറൽ സെക്രട്ടറി സലാം സാഹിബ് പറഞ്ഞത്, ആ കേസ് മുനമ്പം വിഷയം ഞങ്ങൾ അരമണിക്കൂർ കൊണ്ട് പരിഹരിക്കാൻ തീരുമാനിച്ചിരുന്നതാണ്. ഉമീദ് പോർട്ടലിലേക്ക് വഖഫ് ബോർഡ് ആ ഭൂമി രജിസ്റ്റർ ചെയ്യപ്പെട്ടതോടുകൂടി തന്നെ അതിനുള്ള സാധ്യത മങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ അക്ഷന്തിവ്യമായിട്ടുള്ള ഒരു തെറ്റാണ് വഖഫ് ബോർഡ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, വഖഫ് ബോർഡിൻ്റെ ആസ്തി പട്ടികയിലേക്ക് മുനമ്പത്തെ 404.76 ഏക്കർ വഖഫ് ഭൂമി ആ ആസ്തി പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയത് ഇപ്പോഴത്തെ വഖഫ് ബോർഡല്ല. 1950 സിദ്ദീഖ് സേട്ട് വഖഫായി ആധാരം ചെയ്യപ്പെട്ട ആ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1964-ലും 67-ലും 71-ലുമൊക്കെ പറവൂർ സബ് കോടതിയിലൊക്കെ ഇതിൻ്റെ കേസുകൾ നടക്കുകയും അവിടെ കയ്യേറ്റക്കാർക്കെതിരെ കോടതി കൃത്യമായി നിലപാട് സ്വീകരിക്കുകയും ആ കയ്യേറ്റക്കാരിൽ നിന്ന് ആ ഭൂമി ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് അന്നത്തെ ഗവൺമെൻറ്റുകളോട് ആവശ്യപ്പെടുകയും 1967 ആ തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് പറവൂർ കോടതി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പറവൂർ കോടതിയിൽ നിന്നും പിന്നീട് ഹൈക്കോടതിയിൽ നിന്നുമൊക്കെ വളരെ കൃത്യമായിട്ടുള്ള നിലപാട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ആ കേസ് വഖഫ് ട്രിബ്യൂണലിൻ്റെ മുന്നിലും സുപ്രീം കോടതിയുടെ മുന്നിലുമാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ് എന്തടിസ്ഥാനത്തിലാണ് 10 മിനിറ്റ് കൊണ്ട് ഒരു ഗവൺമെൻറ് പരിഹരിക്കുമെന്ന് പറയുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന അത്തരത്തിലുള്ള പരാമർശം ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്നുള്ളതാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. അതോടൊപ്പം തന്നെ കുട്ടി വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ സൂചിപ്പിച്ച വഖഫ് ബോർഡിലേക്ക് ആ ഭൂമി വഖഫ് ബോർഡിൻ്റെ ആസ്തി പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയത് കഴിഞ്ഞ 1950 രജിസ്റ്റർ ചെയ്ത, പിന്നീട് 1962 വഖഫ് ബോർഡ് നിലവിൽ വന്ന് ഒരു 3/4 നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ആ ഭൂമി വഖഫ് ഭൂമി എന്നുള്ള നിലയിലേക്ക് രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ട് വഖഫ് ബോർഡ് അവരുടെ ആസ്തി പട്ടികയിൽ ഉൾപ്പെടുത്തി. പക്ഷേ ആ കാലഘട്ടങ്ങളിൽ ഭൂരിഭാഗവും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള UDFൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭകളാണ്. കെ കരുണാകരൻ്റെ നേതൃത്വത്തിലും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലും AK ആൻ്റണിയുടെ നേതൃത്വത്തിലുമൊക്കെയുള്ള മന്ത്രിസഭകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമീദ് പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യത്തെ വിമർശിക്കുന്ന സലാം സാഹിബിനോട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ ഭൂമി ആസ്തി പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് UDFൻ്റെ നേതാവായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള റഷീദ് അലി തങ്ങൾ ചെയർമാനായിട്ടുള്ള 1919 ജൂൺ മാസം 20-ാം തീയതിയാണ്. 2019 ജൂൺ മാസം 20-ാം തീയതിയാണ് ആ ഭൂമി ആസ്തി പട്ടികയിലേക്ക് ഉൾപ്പെടുത്തപ്പെട്ടത്. അത് മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള റഷീദ് അലി തങ്ങളാണ് അത് ചെയ്തിട്ടുള്ളത്. ആ റഷീദ് അലി തങ്ങൾ ചെയ്തിട്ടുള്ള ആ നടപടിയെയാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒരു പ്രസ്താവന നടത്തിയാൽ അത് മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായമായിട്ടാണ് നമുക്ക് പരിഗണിക്കാൻ കഴിയുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ പ്രതികരിക്കേണ്ടതുണ്ട്, അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കളും മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് വന്ന് വളരെ കൃത്യമായ രീതിയിൽ ഇന്നത്തെ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കപ്പെട്ടിട്ടുള്ള KM ഷാജി ഉൾപ്പെടെ, അതേപോലെ തന്നെ ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പല ഘട്ടത്തിലും മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരസ്യ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. കേരള നിയമസഭയിൽ തന്നെ അന്നത്തെ ചീഫ് വിപ്പായിരുന്ന KP മജീദ് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ ആ ഭൂമി നഷ്ടപ്പെടുത്തിക്കളയത്തക്ക രീതിയിലേക്കുള്ള ഇടപെടലാണ് നടത്തുന്നത്, അതുകൊണ്ട് തന്നെ ആ ഭൂമി സംരക്ഷിക്കണമെന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ടത് മുസ്ലിം ലീഗിൻ്റെ നേതാവ് KP മജീദാണ്. അപ്പോൾ ആ സബ്മിഷനിലൂടെ അതൊക്കെ ആവശ്യപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള മുഹമ്മദ് ഷാ, അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയുകയുണ്ടായി മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പലപ്പോഴും പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ എന്താണ് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്ന് പണക്കാട് തങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാകണമെന്ന് ഈ പത്രസമ്മേളനത്തിലൂടെ ആവശ്യപ്പെടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വഖഫ് സംരക്ഷണ സമിതിയും വഖഫ് സംരക്ഷണ വേദിയുമെല്ലാം ഈ വിഷയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒരിക്കലും ഒരു പ്രകോപനപരമായിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല.
ഏതെങ്കിലും സാമുദായിക അന്തരീക്ഷം തകർക്കുന്ന രീതിയിൽ ഒരു പരാമർശം പോലും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അവിടെ നടക്കുന്നത് ഏതെങ്കിലും രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമല്ല, അവിടെ ഒരു വർഗീയ ചേരിതിരിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള തർക്കവുമല്ല. അവിടെ നടക്കുന്നത് ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റവന്യൂ കേസാണ്. റവന്യൂ തലത്തിലുള്ള ഒരു ഭൂമിയുടെ കേസാണ്. ആ കേസ് സുപ്രീം കോടതിയുടെയും മറ്റ് കോടതികളുടെയും അതേപോലെ തന്നെ വഖഫ് ട്രൈബ്യൂണലിൻ്റെയും പരിഗണനയിലിരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാക്കി നമ്മുടെ നാട്ടിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പിന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.